തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോളുകളെല്ലാം തള്ളുകയാണ് മലയാളി ജേണൽ നടത്തിയ വോട്ട് ഷെയർ വെച്ചുള്ള കണക്കുകൾ. ആകെ 15 സീറ്റുകളിലെ ഫലം പുറത്തുവിട്ടപ്പോൾ 15ഉം UDF നേടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനിയുള്ള 5 സീറ്റുകളുടെ ഫലം ആർക്കൊപ്പമാണെന്ന് നോക്കാം. പാലക്കാട് നിന്ന് തുടങ്ങാം. സിറ്റിംഗ് എം പി ശ്രീകണ്ഠൻ 2019 അട്ടിമറി വിജയം നേടിയ മണ്ഡലമാണ് പാലക്കാട്. ഇപ്രാവശ്യവും പാലക്കാട് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 0.39% വ്യത്യാസത്തിലാകും ശ്രീകണ്ഠൻ ജയിക്കുക. 39.12% വോട്ടുകൾ ശ്രീകണ്ഠന് ലഭിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥി LDFന്റെ വിജയരാഘവന് ലഭിക്കുക 38.73% വോട്ടുകളാകും. 21.83% വോട്ടുകൾ BJP സ്ഥാനാർത്ഥിയും നേടും. 3963 വോട്ടുകളുടെ ഭൂരിപക്ഷമാകും UDFന് ലഭിക്കുക. BJP 100% വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂര്. എക്സിറ്റ് പോളുകളും BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പറയുന്നു. മലയാളി ജേണൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ നടത്തിയ സർവേയിൽ BJP ജയിക്കുമെന്നാണ് അഭിപ്രായങ്ങൾ വന്നത്. എന്നാൽ വോട്ട് ഷെയർ വെച്ച് നടത്തിയ സർവേയിൽ UDF തൃശൂർ നിലനിർത്തും. 34.12% വോട്ടുകൾ നേടി കെ മുരളീധരൻ ഒന്നാമതെത്തും. രണ്ടാം സ്ഥാനം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കാകും. 32.52%. LDFന്റെ സ്ഥാനാർത്ഥി 31.5% വോട്ടുകളും നേടും. കെ മുരളീധരന്റെ ഭൂരിപക്ഷം 17,440 വോട്ടുകളായിരിക്കും. തൃശൂരിന് അടുത്ത മണ്ഡലമായ ചാലക്കുടി ഒരു UDF അനുകൂല മണ്ഡലമാണ്. പക്ഷേ ഇക്കുറി മത്സരം കടുപ്പമായിരുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ 39.36% വോട്ടുകൾ നേടി ഒന്നാമതെത്തും. LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥിന് ലഭിക്കുക 34.59% BJP സ്ഥാനാർത്ഥി 16.5% വോട്ടുകളും നേടും. UDFന്റെ ഭൂരിപക്ഷം 48.88 വോട്ടുകളാകും. ആലത്തൂരിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ പാട്ടുംപാടി വിജയിച്ച രമ്യക്ക് ഇത്തവണ കുറച്ച് വിയർപ്പൊഴുക്കേണ്ടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൊട്ടടുത്ത എതിർ മന്ത്രി രാധാകൃഷ്ണനേക്കാൾ 3.18% വ്യത്യാസത്തിൽ രമ്യ ഹരിദാസ് സീറ്റ് നിലനിർത്തും. 44.47% വോട്ടുകൾ രമ്യ നേടുമ്പോൾ 41.59% വോട്ടുകൾ LDFനും ലഭിക്കും. 26.35% BJP സ്ഥാനാർത്ഥിയും നേടും. രമ്യയുടെ ഭൂരിപക്ഷം 30,904 ആയിരിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. താരമണ്ഡലം എന്നറിയപ്പെടുന്ന കൊല്ലത്ത് ശക്തമായ മത്സരപ്രീതി ഉണ്ടായിരുന്നു. പക്ഷേ ജയം സിറ്റിംഗ് MP NK പ്രേമചന്ദ്രന് തന്നെയാണ്. സിറ്റിംഗ് MLAയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ മുകേഷ് 36.67 വോട്ടുകൾ നേടി രണ്ടാമതും 45.86% നേടി UDF സ്ഥാനാർത്ഥി ഒന്നാമതുമെത്തും. BJP സ്ഥാനാർത്ഥിയും നടനുമായ കൃഷ്ണകുമാറിന് ലഭിക്കുക 15.57% വോട്ടുകളായിരിക്കും. 82,807 വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രേമചന്ദ്രന് ലഭിക്കും. മലയാളി ജേണൽ വോട്ട് ഷെയർ വെച്ച് നടത്തിയ അവലോകനത്തിൽ കേരളത്തിലെ 20ൽ 20 സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നിലനിർത്തുമെന്നത് ഉറപ്പാണ്.